ഹലോ എവരി വൺ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂവിയാണ്. പേര് ഡിയർ സ്മിത്ത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിക്ക എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയാണ് കാണിക്കുന്നത്. അവളുടെ പേരൻസിൻ്റെ കൂടെ അവൾ വണ്ടിയിൽ യാത്ര ചെയ്യായിരുന്നു. സൈഡിൽ കൂടെ ഒരു വൂൾഫ് വരുന്ന കണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, വൂൾഫ് അത്രയ്ക്ക് ക്രൂവലായിട്ടുള്ള ഒരു അനിമൽ അല്ല. നമ്മൾ വായിക്കുന്ന ഫെയറി ടെയിൽസിലെല്ലാം വൂൾഫിനെ ക്രൂവലായി കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. മദർ ഈ പറയുന്ന കേട്ട് നിക്ക കുറച്ച് റിലാക്സ് ആകുന്നുണ്ട്. അവളുടെ ഫാദർ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഈ വൂൾഫിനെ ശ്രദ്ധിക്കുന്നു. ആ ഒരു നിമിഷത്തെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇവരുടെ വണ്ടി മറ്റൊരു വണ്ടിയുമായി ഇടിക്കുന്നു. നല്ല ആക്സിഡന്റാണ് സംഭവിക്കുന്നത്. നിക്കയുടെ പേരൻസ് ആ സ്പോട്ടിൽ വെച്ചിന് മരിക്കുന്നുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന നിക്ക എടുത്തു വന്ന് ആ വൂൾഫ് നിൽക്കുന്നുണ്ടെങ്കിലും അവളെ ഒന്നും ചെയ്യാതെ അത് അവിടെ നിന്ന് പോകുന്നു. ആ ആക്സിഡന്റ് കാരണം നിക്കയുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവളുടെ പേരൻസിൻ്റെ ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി താമസിക്കാനായി അവൾ വരുന്നത് ഒരു ഓർഫനേജിലേക്കാണ്. അവളുടെ അമ്മ കൊടുത്ത ഒരു ബട്ടർഫ്ലൈ നെക്ലേസ് മാത്രമാണ് നിക്കയുടെ കയ്യിലുള്ളത്. അത് നോക്കി തൻ്റെ പേരൻസിനെ കുറിച്ചെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. അവൾ ആ ഓർഫനേജിലേക്ക് വരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിക്കയുടെ വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. ഈ ഓർഫനേജിലെ കുട്ടികൾ ഇതിനെ ഹെല്ലെന്നാണ് പറയുന്നത്. കാരണം ഒരു നരകതുല്യം തന്നെയാണ് ഇവിടുത്തെ ലൈഫ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വണ്ടിയിൽ നിന്നിറങ്ങി നിക്ക വെളിയിലേക്ക് വരുന്നു. അവളെ വെൽക്കം ചെയ്യാനായി ഓർഫനേജിലെ ഹെഡായ മാർഗരറ്റും മറ്റു കുട്ടികളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിക്കയുടെ കഴുത്തിലുള്ള നെക്ലേസ് കാണുമ്പോൾ ഈ ഓർഫനേജിൽ ഒരു പേഴ്സണൽ സാധനങ്ങളും അലൗഡ് അല്ല. അതുകൊണ്ട് അത് ഊരാൻ വേണ്ടി മാർഗരറ്റ് പറയുന്നുണ്ട്. തൻ്റെ പേരൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവളുടെ കയ്യിൽ ആ നെക്ലേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് ഊരാൻ വേണ്ടി അവൾ മടിക്കുന്ന കാണുമ്പോൾ മാർഗരറ്റ് അവിടെയുള്ള അവളുടെ ഫേവറേറ്റ് കുട്ടിയെ റീഗലിനെ വിളിക്കുന്നു. ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്ന് അവളുടെ കഴുത്തിൽ നിന്ന് ആ നെക്ലേസ് വലിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ വെച്ച് അഡ്ലൈൻ എന്ന് പറഞ്ഞൊരു ഗേളുമായിട്ട് നിക്ക ഫ്രണ്ട്സ് ആകുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിക്ക ടീനേജർ ആകുന്നു. ഫൈനലി അവളുടെ സ്വപ്നം സഫലമാകുന്നുണ്ട്. ഒരു ഫാമിലി അവൾ അഡോപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഡ്ലൈനോട് ബൈ പറഞ്ഞ ശേഷം നിക്ക അവളുടെ പുതിയ ഫാമിലി അടുത്തേക്ക് പോകുന്നു. ഇത്രയും നാളും ഈ ഹെല്ലിൽ താൻ കഴിച്ചുകൂട്ടിയ ടൈമെല്ലാം അവൾ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫാമിലി വന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന സ്വപ്നത്തിലാണ് അവൾ ജീവിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ അതൊരിക്കലും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി അവളുടെ സ്വപ്നം സഫലമാകുന്നു. തനിക്കും എല്ലാവരെയും പോലെ ഒരു ഫാമിലി കിട്ടാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അവളുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. അവൾ സന്തോഷത്തോടെ തൻ്റെ പുതിയ ഫാമിലി അടുത്തേക്ക് വരുന്നു. ആക്ച്വലി ഇത് നിക്കയുടെ ട്രയൽ പീരീഡ് ആണ്. ട്രയൽ പീരീഡ് ടൈമിൽ ഈ പേരൻസിൻ്റെ കൂടെ അവൾ താമസിക്കണം. ഈ ടൈമിൽ ഇവളുടെ ബിഹേവിയർ മറ്റും കണ്ട ശേഷം ഇവളെ അഡോപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് പേരൻസ് തീരുമാനിക്കാം. സോ ട്രയൽ പീരീഡിന് വേണ്ടിയാണ് ഈ പേരൻസ് നിക്കയെ കൂട്ടി പോകാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് അവർ ഒരു പിയാനോയുടെ സൗണ്ട് കേൾക്കുന്നു. ഇത് വായിക്കുന്നത് റീഗൽ ആയിരുന്നു. ഓർഫനേജിലുള്ള മാർഗരറ്റിൻ്റെ ഫേവറേറ്റ് കുട്ടിയാണ് റീഗൽ. വളരെ നന്നായിട്ടാണ് അവൻ ആ പിയാനോ പ്ലേ ചെയ്യുന്നത്. ഇത് കണ്ട പേരൻസ് ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. ട്രയൽ പീരീഡിൽ നിക്കയുടെ കൂടെ റീഗലിനെ കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. ഓർഫനേജ് ഹെഡായ മാർഗരറ്റിന് റീഗലിനെ വിടാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോ അനുസരിച്ച് അവർക്ക് വിട്ടേ പറ്റുള്ളൂ. അങ്ങനെ റീഗലും നിക്കയും കൂടി വണ്ടിയിൽ പേരൻസിൻ്റെ കൂടെ പുതിയ വീട്ടിലേക്ക് പോകുന്നു. ഫൈനലി തൻ്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകാണ്. ഈ പുതിയ ലൈഫിൽ തൻ്റെ കൂടെ ആരുണ്ടാകരുതെന്നാണ് നിക്ക ആഗ്രഹിച്ചത്. അയാൾ ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ടെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. റീഗലിനെ കുറിച്ചാണ് അവൾ പറയുന്നത്. അവൾക്ക് റീഗലിനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും ആ ഹെല്ലിന് രക്ഷപ്പെട്ടതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ അഡോപ്റ്റഡ് പേരൻസ് ആയ അന്നയും നോമനും റീഗലിനെ നിക്കയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവരുടെ മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഡോപ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. മരിച്ചുപോയ ആ മകൻ നന്നായിട്ട് പിയാനോ വായിക്കായിരുന്നു. അതുകൊണ്ടാണ് റീഗൽ പ്ലേ ചെയ്യുന്ന കണ്ടപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. ട്രയൽ പീരീഡിൽ അവനെ കൂട്ടിവരാൻ അവർ തീരുമാനിച്ചത്. നിക്കയും റീഗനും അവരുടെ റൂമിലേക്ക് വരുന്നു. റൂമിൽ വന്ന ശേഷം റീഗന് നന്നായി തലവേദന എടുക്കുന്നുണ്ട്. അവനൊന്ന് മെഡിസിൻസ് എല്ലാം കഴിക്കുന്നു. എന്നിട്ട് ഒരു പഴയ ബോക്സ് എടുത്ത് കെയർഫുള്ളായിട്ട് ഡ്രോയിൽ വെക്കുന്നു. അപ്പോൾ നിക്ക വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. തൻ്റെ അഡോപ്ഷൻ പ്രോസസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് വോൺ ചെയ്യാൻ വേണ്ടിയാണ് അവൾ വന്നത്. നീ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന ദേഷ്യത്തിൽ റീഗൻ പറഞ്ഞ് ആ ഡോർ അവളുടെ മുഖത്തടയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്.
ഓർഫനേജിലെ കാര്യങ്ങളും മറ്റും അന്നയും നോർമനും അവരോട് ചോദിക്കുന്നുണ്ട്. ഓർഫനേജിൽ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എന്ന് നോർമൻ ചോദിക്കുമ്പോൾ ഒരു ബ്രദറിനെയും സിസ്റ്ററിനെയും പോലെ ഞങ്ങൾക്കിടയിൽ നല്ല റിലേഷൻ ആയിരുന്നു എന്ന് നിക്ക് കള്ളം പറയുന്നുണ്ട്. റീഗനെ അവളെ ടീസ് ചെയ്തുകൊണ്ട് ശരിയാണ്, ഒരു ബ്രദറിനെയും സിസ്റ്ററിനെയും പോലെയായിരുന്നു ഞങ്ങൾ റിലേഷൻ എന്ന് അവളുടെ കാലിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു. അവനെ ടച്ച് ചെയ്യുമ്പോൾ അവൾക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അവൻ അവളുടെ പിറകെ വന്ന് നീ ഇങ്ങനെ എണീറ്റ് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ ഒരു രാക്ഷസനാണ്, എന്റെ ക്ലോസായി വരാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് നിക്ക് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. റൂമിൽ വന്ന് അവൾ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓർഫനേജിൽ അനുഭവിച്ച ട്രോമാസ് എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു. നിക്കയുടെ കുട്ടിക്കാലത്ത് ഓർഫനേജിൽ തന്റെ പേരൻസിനെല്ലാം ഓർത്ത് നിക്ക് ഒരുപാട് കരയുന്നു. കരയരുത്, കരയാണെങ്കിൽ രാക്ഷസം പിടിക്കും എന്നാണ് അവിടെ എല്ലാവരോടും അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം അഡ്ലിൻ നിക്കിയോടും പറയുന്നു. ഇതുപോലെ പേടിപ്പെടുത്തുന്ന ബെഡ് ടൈം സ്റ്റോറീസ് ആണ് ആ ഓർഫനേജിലെ കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കുന്നത്. സ്വാതന്ത്ര്യമായിട്ട് കരയാൻ പോലും ആ കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി അവിടേക്ക് ഓടി വന്ന് റീഗലിന് തീരെ സുഖമില്ലാന്ന് പറയുന്നു. അവർ വന്ന് നോക്കുമ്പോൾ മാർഗ്രറ്റ് റീഗലിന് മെഡിസിൻ കൊടുക്കുന്ന കാണുന്നുണ്ട്. റീഗലാകട്ടെ വേദന കൊണ്ട് അലറി കരയുന്നു. ഒരു ബെൽറ്റ് കൊണ്ട് ഓർഫനേജിലെ ഇരുട്ട് മുറിയിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന മറ്റുമെല്ലാം നിക്ക് കാണുന്നു. അവൾ ഞെട്ടി ഉണരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും പുതിയ സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിൽ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിക്ക റീഗലിനോട് പറയുന്നുണ്ട്. രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിക്ക പോകുന്ന കണ്ട് റീഗൽ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരുപാട് ഗേൾസ് റീഗലിനെ കണ്ട് ഇംപ്രസ് ആകുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവരെല്ലാവരും ഇഗ്നോർ ചെയ്ത് അകത്തേക്ക് പോകുന്നു. നിക്കയ്ക്കും ഒരു ഫ്രണ്ടിനെ കിട്ടുന്നു, ബില്ലി. ബില്ലി അവളുടെ ഫ്രണ്ടായ മിക്കിയെയും നിക്കയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ മൂന്നുപേരും ക്ലാസ്സുകളിലേക്ക് വരുന്നു. ന്യൂ സ്റ്റുഡന്റ് ആയതുകൊണ്ട് നിക്ക ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ടൈമിൽ നിക്കയെ നോക്കി ആ സ്കൂളിലെ പോപ്പുലർ പയ്യനായ ലിയോണൽ അവന്റെ ഫ്രണ്ട്സിനോട് ഒരാഴ്ച കൊണ്ട് ഇവൾ എന്റെ ബെഡിലായിരിക്കും എന്ന് പറയുന്നു. ഇത് റീഗൽ കേൾക്കുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. റീഗലിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു വാർണിംഗ് മാത്രം കൊടുത്ത് ടീച്ചർ അവനോട് അവിടുന്ന് പോകാൻ പറയുന്നു. വീട്ടിൽ വന്ന ശേഷം റീഗൽ റൂമിന് വെളിയിലേക്ക് വരുന്നില്ല. വറീഡാകുന്ന അന്ന നിക്കെടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോ റീസൺസ് പറഞ്ഞ് നിക്ക സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. അതിനുശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓർഫനേജിൽ നീ ഒരു നല്ല കുട്ടിയായിരുന്നു. ഒരുപാട് ഫാമിലീസ് നിന്നെ അഡോപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോട് ആരുടെയും കൂടെ പോകാൻ നീ വില്ലിംഗ് അല്ലായിരുന്നു. നീ ആ ഓഫേഴ്സിനെ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫാമിലിയുടെ ഓഫറിനോട് നീ എസ് പറയാൻ കാരണം എന്താണെന്ന് നിക്ക ചോദിക്കുന്നു. റീഗൽ മറുപടി ഒന്നും പറയുന്നില്ല. അവന്റെ കയ്യിലെ മുറിവ് കാണുമ്പോൾ മെഡിസിൻ സപ്ലൈ ചെയ്യാനായി നിക്ക അവൻ്റെ അടുത്തേക്ക് വരുന്നു. തൻ്റെ അടുത്തേക്ക് വരരുതെന്ന് റീഗൽ നിക്കയെ വോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാതെ അവൻ്റെ അടുത്തേക്ക് വരുന്നു. നെക്സ്റ്റ് ടൈം നീ എൻ്റെ ക്ലോസായി വരികയാണെങ്കിൽ ഞാൻ സ്വയം കൺട്രോൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഫെയറി ടെയിൽസിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ലൈഫിലും ഒരു ഫെയറി ടെയിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പാട്ടായിരിക്കുന്നത് ഒരു റോങ് സ്റ്റോറിയുടെ ആണെന്ന് നിക്ക മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന നിക്കയോട് റീഗൽ ഡ്രസ്സുകൾ അവൻ്റെ റൂമിൽ കൊണ്ട് വയ്ക്കാൻ പറയുന്നു. അവൾ റൂമിലേക്ക് വരുമ്പോൾ റീഗൽ അവിടെ ഉണ്ടായിരുന്നില്ല. മെഡിസിൻസ് വെച്ചിരിക്കുന്ന കാണുമ്പോൾ അവൾ വന്ന് നോക്കുന്നുണ്ട്. അവൻ്റെ ഡ്രോയർ തുറക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവിടേക്ക് വരുന്നു. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാമെന്ന് റീഗലിനോട് നിക്ക പറയുമ്പോൾ അവളുടെ ഫേക്ക്നെസ് കണ്ട് അവൻ ചിരിക്കുന്നു. കാരണം നിക്ക തന്നെ വെറുക്കുന്നു എന്നും കണ്ണീര് കണ്ട് സന്തോഷിക്കുന്ന ഒരു രാക്ഷസനെ പോലെയാണ് തന്നെ കാണുന്നതെന്നും റീഗലിന് അറിയാമോ. ഫെയറി ടെയിൽസിൻ്റെ അവസാനം എവർ ആഫ്റ്ററിന് എഴുതാൻ കാരണം ചില കാര്യങ്ങൾ ഒരിക്കലും ചേഞ്ച് ആകില്ലെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണെന്ന് റീഗൽ നിക്കയോട് പറയുന്നു. പക്ഷെ നിക്കയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചേഞ്ച് ആകും. കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ ആ ഓർഫനേജ് ഹെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് നിക്ക പറയുന്നത്. പക്ഷെ റീഗൽ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഇതെല്ലാം കണ്ട് ഹാപ്പി എൻഡിങ് ആണ് വിചാരിച്ച് നീ എക്സൈറ്റ് ആകരുത്. എല്ലാ സ്റ്റോറിയിലും ഒരു വില്ലൻ ഉണ്ട്. വില്ലൻ ഇല്ലാതെ ഒരു ഫെയറി ടെയിലും ഇല്ലെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക സ്കൂളിൽ നിൽക്കുമ്പോൾ ആ പോപ്പുലർ പയ്യനായ ലിയോണൽ അവളുടെ അടുത്ത് വന്ന് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. റീഗൻ അപ്പോൾ അവളുടെ അടുത്തൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ റീഗൻ അവിടേക്ക് വന്ന് വാർണിംഗ് എന്ന പോലെ ലിയോണലിനെ ദേഷ്യത്തിൽ നോക്കുന്നു. ബില്ലി അവിടേക്ക് വന്ന് നിക്കയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അന്ന ഇവർ രണ്ടുപേരെയും ഷോപ്പിങ്ങിന് കൊണ്ടുവരുന്നു. ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സിൽ നിക്കയെ കാണുമ്പോൾ റീഗൻ അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഇറിറ്റേറ്റ് ആകുന്ന നിക്ക ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് പോകുന്നു. അവൾ സിബ് ഊരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ റീഗൻ പുറകിൽ നിന്ന് വന്ന് സെഡക്റ്റീവ് വേയിൽ ആ സിബ് ഊരുന്നുണ്ട്.
നിക്ക തിരിഞ്ഞു നോക്കുമ്പോൾ അവനവിടെ കാണുന്നുമില്ല. അന്ന അവിടേക്ക് വരുന്നു. ഈ ഡ്രസ്സ് കുറച്ച് ലൂസാണെന്നും ഒരു ബെൽറ്റ് ഇടുന്ന ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ ഒരു ബെൽറ്റ് ധരിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് നിക്കയ്ക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. ഓർഫനേജിൽ സംഭവിച്ച പല കാര്യങ്ങളും അവൾ ഓർക്കുന്നുണ്ട്. മാർഗ്രറ്റ് ആ ഓർഫനേജില് അണ്ടർഗ്രൗണ്ടിലുള്ള ഇരുട്ടുമുറിയില് ഒരു ബെൽറ്റ് കൊണ്ട് നിക്കയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഓർഫനേജിലുള്ള എല്ലാ കുട്ടികളുടെയും വിഷസും പേടികളെല്ലാം മാർഗ്രറ്റിനറിയാം. അവളുടെ ആഗ്രഹങ്ങൾ നശിപ്പിച്ച് പേടികൾ മാത്രം അവളുടെ ഉള്ളിലാക്കാൻ മാർഗ്രറ്റ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിക്കയ്ക്ക് ഇരുട്ടിനെ പേടിയാണ്. അതുകൊണ്ടാണ് ആ ഇരുട്ടുമുറിയിൽ അവളെ കെട്ടിയിട്ടിരുന്നത്. മാർഗ്രറ്റിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും നിക്ക ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഈ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ആ ഇരുട്ട് റൂമില് തനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നത്. താൻ ഇപ്പോൾ മരിക്കുന്ന പോലെ. പക്ഷെ അപ്പോൾ ഒരു കൈകൾ അവളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമായിരുന്നു. അത് അഡ്ലിനാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. തൻ്റെ കൈകളെ ഹോൾഡ് ചെയ്ത് ആ കൈകൾ തന്ന ഹോപ്പാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഓവർകം ചെയ്യാൻ നിക്കയെ ഹെൽപ്പ് ചെയ്തത്. നിക്ക ഇത്രയും പാനിക് ആകുന്ന കാണുമ്പോൾ കാര്യം എന്താണെന്ന് അന്ന അവളോട് ചോദിക്കുന്നു. പക്ഷെ അവളൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് മോർണിംഗിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നിക്ക നടക്കുകയാണ്. തനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങളൊന്നും അന്നോട് പറയാൻ പറ്റില്ല. പക്ഷെ താനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ താൻ ഫ്രീ ആണ്, ഹാപ്പിയാണ്. ഇതെല്ലാം മറക്കാമെന്ന് അവൾ സ്വയം പറയുന്നു. എന്നിട്ട് അന്ന അടുത്തേക്ക് വരുന്നുണ്ട്. അന്ന് റോസ് ഡേ ആണെന്ന് അന്ന നിക്കയോട് പറയുന്നു. പല കളേഴ്സിൽ റോസസ് കൊടുത്താണ് സ്റ്റുഡൻസ് അവരുടെ ഫീലിങ്സ് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുന്നത്. 3 ഫ്രണ്ട്സും അവരുടെ ലോക്കറിൻ്റെ അടുത്ത് വന്ന് ലോക്കർ തുറക്കുന്നു. മിക്കിയുടെ ലോക്കറിൽ ഒരുപാട് റോസസ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ ബില്ലിയുടെ ലോക്കറിലും ഒരു റോസ് ഉണ്ടായിരുന്നു. അവളുടെ സീക്രട്ട് ലവർ വെക്കുന്നതാണ്. പക്ഷെ ഇത് ആരാണെന്ന് അവൾക്കറിയില്ല. നിക്ക നോക്കുമ്പോൾ അവളുടെ ലോക്കറിനകത്ത് ഒരു ബ്ലാക്ക് റോസാണുള്ളത്. ഇതാരാ വെച്ചെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ ദേഷ്യത്തിൽ ആ റൂമായിട്ട് വീട്ടിലേക്ക് വന്ന് റീഗന്റെ റൂമിലേക്ക് വരുന്നു. നീ വൂൾഫിന്റെ കോട്ടയിൽ വന്ന് ഇവിടുന്ന് സേഫായിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടെന്ന് റീഗൻ അവളെ നോക്കി പറയുന്നുണ്ട്. ഈ റോസ് നീയാണോ വെച്ചെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. പക്ഷെ റീഗൻ ഒരു മറുപടിയും പറയുന്നില്ല. പകരം അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ മുകളിൽ കയറി അവളെ കിസ് ചെയ്യുന്നു. പെട്ടെന്ന് അന്ന അവരെ വിളിക്കുന്ന സൗണ്ട് അവർ കേൾക്കുന്നുണ്ട്. നിക്ക താഴേക്ക് വരുന്നു. നിക്കയെ ഡേറ്റിന് കൊണ്ടുപോകാനായി ലിയോണിൽ വന്നിട്ടുണ്ടായിരുന്നു. നിക്ക അവൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇവരിങ്ങനെ പോകുന്നത് റീഗൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരു ഐസ്ക്രീം ഷോപ്പിലാണ് വരുന്നത്. നിക്ക ഇംപ്രസ് ചെയ്യാൻ ലിയോണിൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് മോശമായ കാരണം തനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൾ പറയുന്നു. ആ നല്ല മഴയത്ത് ലിയോണലിന് ജാക്കറ്റ് കൊണ്ട് കവർ ചെയ്ത് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു. പോകുന്നതിന് മുന്നേ ലിയോണൽ നിക്കയെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ലേറ്റായെന്നും നീ പോകാനും നിക്ക അവനോട് പറയുന്നു. അവൾ അകത്തേക്ക് വരുമ്പോൾ റീഗൻ പിയാനോ പ്ലേ ചെയ്യായിരുന്നു. ഇത് നോക്കി അവൾ മനസ്സിൽ താൻ എത്ര ശ്രമിച്ചിട്ടും തന്നെ കൊണ്ട് റീഗൽ നിന്നും ശ്രദ്ധ മാറ്റാൻ പറ്റുന്നില്ല. റീഗൽ ഒരു ബാഡ് പേഴ്സൺ ആണെന്ന് തനിക്ക് തോന്നുന്നില്ല. കാരണം തൻ്റെ മനസ്സിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ടെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് റീഗലിന് നല്ല തലവേദന എടുക്കുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ദേഷ്യത്തിൽ അവളോട് മാറി നിൽക്കാൻ പറയുന്നു. നീ എപ്പോഴും എന്നോട് നിന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് റീഗലിനോട് നിക്ക ചോദിക്കുന്നു. അവൻ മറുപടി ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഡിന്നർ കഴിക്കുമ്പോഴും നിക്ക റീഗലിനെ കുറിച്ച് ആലോചിക്കുന്നു. റീഗൽ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൻ്റെ ഹാർട്ട് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, മറ്റാരു വന്നാലും തനിക്ക് ഈ ഫീലിങ്സ് ഉണ്ടായിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ലിയോണലിൻ്റെ വീഡിയോ മെസ്സേജ് വരുന്നു. അവൻ്റെ മുഖത്തെല്ലാം ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതിന് കാരണം റീഗൻ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ദേഷ്യത്തിൽ അവൾ റീഗന്റെ അടുത്തേക്ക് വരുന്നു. റീഗൻ ആകട്ടെ ഫുൾ നനഞ്ഞ് ദേഹത്തെല്ലാം ഒരുപാട് മുറിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ ദേഷ്യത്തിൽ ആ വീഡിയോ കാണിച്ച് ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നു. എന്നിൽ നിന്നും നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ റീഗൻ അവളോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. റീഗലിൻ്റെ ഹെൽത്ത് ഒരുപാട് മോശമാകുന്നുണ്ട്. അവന് ബോധം നഷ്ടമാകുന്നു. നിക്ക് ഒരു വിധത്തിൽ അവനെ കൊണ്ട് അവൻ്റെ റൂമിലേക്ക് വരുന്നു. അതേസമയം അന്നയും നോർമനും ഈ മഴ കാരണം ട്രാഫിക് ജാമിൽ സ്റ്റക്കായിരിക്കുകയാണ്. ഇവിടെ റീഗലിനാകട്ടെ നല്ല ഫീവർ ഉണ്ടായിരുന്നു. അവൻ്റെ നനഞ്ഞ ഡ്രസ്സെല്ലാം അവൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അന്നയുടെ കോൾ വരുന്നു. അവളുടെ സൗണ്ട് കേട്ട് കാര്യം എന്താണെന്ന് അന്ന തിരക്കുന്നുണ്ട്. റീഗലിന് സുഖമില്ലെന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല,
ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് നിക്ക പറയുന്നു. റൂമിൽ വന്ന് അവൾ അവന് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്നേഹത്തോടെ അവൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നു. റീഗൻ അപ്പോൾ ബോധം വരുന്നു. അവൾ മാറാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ തടയുന്നുണ്ട്. എന്നിട്ട് തൻ്റെ അടുത്തുനിന്ന് പോകരുതെന്ന് അവളോട് പറയുന്നു. അവളുമായി റൊമാൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. റീഗൻ സത്യത്തിൽ മാർഗരറ്റിനെ ഒരുപാട് വെറുക്കുന്നുണ്ടായിരുന്നു. അന്ന് മാർഗരറ്റ് പറഞ്ഞനുസരിച്ച് നിക്കയുടെ മാല റീഗൻ പൊട്ടിക്കുന്നുണ്ടെങ്കിലും അത് കളയാതെ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ ബോക്സിലുള്ളത്. ഒരിക്കൽ ഓർഫനേജിൽ വെച്ച് റീഗനോട് നിക്ക സംസാരിച്ച പേരിൽ മാർഗരറ്റ് അവളെ ശിക്ഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവളെ രക്ഷിക്കാനായി റീഗൻ മനഃപൂർവ്വം ഒരു കത്തി കൊണ്ട് അവന്റെ കൈ മുറിക്കുന്നുണ്ട്. കാരണം അവൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ മാർഗരറ്റിന്റെ ശ്രദ്ധ അവനിലേക്കാകുമെന്ന് അവൻ അറിയാമായിരുന്നു. നിക്കിയോടുള്ള റീഗന്റെ സ്നേഹം അഡ്ലിൻ തിരിച്ചറിയുന്നുണ്ട്. അവന്റെ കയ്യിൽ ആ മാല ഇപ്പോഴുള്ള കാര്യം അവൾ അറിയുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിക്കിയോട് പറയരുതെന്നും തന്നെ പോലുള്ള ഒരു രാക്ഷസനെ അവൾ ഒരിക്കലും സ്നേഹിക്കില്ലെന്നും അവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നിക്ക തന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായി മനഃപൂർവ്വം അവൾ വെറുക്കുന്ന രീതിയിലാണ് അവൻ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രസന്റിൽ മോർണിംഗ് ആകുമ്പോൾ അന്നയുടെ കാറിന്റെ സൗണ്ട് നിക്ക കേൾക്കുന്നു. അവൾ തന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ റീഗൻ അവളെ തടയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവളെ കിസ് ചെയ്യുന്നു. അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അന്ന അവിടേക്ക് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും മാറുന്നു. റീഗന്റെ റൂമിൽ നിക്കയെ കാണുമ്പോൾ നീ ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്തോളാൻ അന്ന അവളോട് പറയുന്നു. അവൾ റൂമിലേക്ക് വരുമ്പോൾ ലിയോണലിന്റെ കോള് അവൾ കാണുന്നുണ്ട്. പക്ഷെ ആൻസർ ചെയ്യുന്നില്ല. ആ ഇൻസിഡന്റിന് ശേഷം റീഗനെ നിക്കയെ വീണ്ടും സ്ട്രേഞ്ചേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ. സ്കൂളിൽ വെച്ച് ലിയോണലിനെയും അവൾ ഇഗ്നോർ ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നത് അവളുടെ ഫ്രണ്ട്സായ ബില്ലി മിക്കിയാണ്. ഒരു ദിവസം നിക്ക ബില്ലിയുടെ കൂടെ മിക്കിയുടെ വീട്ടിലേക്ക് വരുന്നു. മിക്കി സത്യത്തിൽ ഒരു ബില്യണയർ ആയിരുന്നു. അവിടെ വരുമ്പോഴാണ് അവളത് മനസ്സിലാക്കുന്നത്. സ്കൂളിലുള്ള ആർക്കും ഈ കാര്യം അറിയില്ല. അവർ മൂന്നുപേരും ഒരുമിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബില്ലി അവിടെ നിന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ ടൈമിൽ നിക്ക വാഷ്റൂമിലേക്ക് പോകുന്നു. മിക്കി വന്ന് ഉറങ്ങുന്ന ബില്ലിയെ കിസ് ചെയ്യുന്നു. നിക്ക ഇത് കാണുന്നുണ്ട്. താനൊരു ലെസ്ബിയൻ ആണെന്നും തൻ്റെ ഈ സത്യം ബില്ലിയോട് പറയരുതെന്നും തനിക്ക് ബില്ലി ഒരുപാട് ഇഷ്ടമാണെന്നും എല്ലാ വർഷവും അവളുടെ ലോക്കറിൽ ആ ഫ്ലവർ വയ്ക്കുന്ന താനാണെന്ന സത്യവും മിക്കി നിക്കയോട് പറയുന്നുണ്ട്. തനിക്കാകെ ഒരേ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഈ സത്യം അറിയുമ്പോൾ തനിക്ക് ബില്ലിയെ നഷ്ടമാകുമെന്ന് മിക്കി പേടിക്കുന്നുണ്ട്. ഈ സീനിൽ നിക്ക ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ലിയോണൽ അവളുടെ അടുത്ത് വന്ന് തന്നെ അവോയ്ഡ് ചെയ്യാൻ റീസൺ ചോദിക്കുന്നു. നിന്നിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് നിക്ക പറയുന്നുണ്ട്. ഇത് കേട്ട് ലിയോണലിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ മനഃപൂർവ്വം അവളെ പുഷ് ചെയ്യുന്നുണ്ട്. ഈ കാരണത്താൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കവർ താഴെ വീഴുന്നു. അതിനകത്ത് റീഗന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവൾ വാങ്ങിയ ഗിഫ്റ്റ് ആയിരുന്നു. ഷോപ്പിലുണ്ടായിരുന്ന ലാസ്റ്റ് പീസ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് നിക്ക ഒരുപാട് ഇമോഷണൽ ആകുന്നു. റീഗൻ നിന്റെ റിയൽ ബ്രദർ അല്ലല്ലോ, പിന്നെ നീ എന്തിനാ അവനെക്കുറിച്ച് ഇത്രയും കെയർ ചെയ്യുന്ന ലിയോണൽ ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്നവരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. നിക്ക വീട്ടിലെത്തുമ്പോൾ അന്നയും നോർമനും റീഗിന് വേണ്ടി ഒരു ചെറിയ ബർത്ത്ഡേ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആട്ലിനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളവിടെ കാണുമ്പോൾ നിക്ക ഒരുപാട് ഹാപ്പി ആകുന്നു. ആ ലഞ്ചിന് അവരുടെ നൈബർ ആയിരുന്ന ഒരു ഗേളും വന്നിട്ടുണ്ട്. മരിച്ചുപോയ അവരുടെ മകന്റെ ഗേൾഫ്രണ്ടാണ് ഇവൾ. അന്നയും നോർമനും മരിച്ചുപോയ തന്റെ മകന് റീപ്ലേസ് ആയിട്ട് ഇവരെ കൊണ്ടുവന്നതിൽ അവൾ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. നിങ്ങളുടെ മരിച്ചുപോയ മകനെ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മറക്കാൻ പറ്റി? എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ഈ ഫാമിലി ഡ്രാമാസ് എല്ലാം മറന്ന് നിന്റെ അഡോപ്ഷൻ പ്രോസസ്സിൽ നീ ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ഫാമിലി വേണം എന്നുള്ള നിന്റെ സ്വപ്നം നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് അട്ലിൻ നിക്കയോട് പറയുന്നുണ്ട്. ഓർഫനേജിൽ ഉണ്ടായിരുന്ന തന്റെ ലൈഫിനെ കുറിച്ച് അന്നയ്ക്കും നോർമനും അറിയില്ല. ആ ട്രോമ എന്നെ ഇപ്പോഴും ഹർട്ട് ചെയ്യാറുണ്ട്. എനിക്കിപ്പോഴും ആ സ്വപ്നങ്ങൾ വരാറുണ്ടെന്ന് അവൾ പറയുന്നു. ആ ഓർഫനേജിൽ താമസിച്ച് എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് മാർഗരറ്റിനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ എനിക്കതിന് നിന്റെ ഹെൽപ്പ് വേണം. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച നീയാണ്. മാർഗരറ്റ് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്ത് നിന്നെയാണ്. എൻ്റെ വിറ്റ്നസ് ആയിട്ട് നീ വേണമെന്ന് അട്ലിൻ പറയുന്നു. പക്ഷെ നിക്ക അതിന് സമ്മതിക്കുന്നില്ല. ഈ കാര്യങ്ങളിൽ കൂടെ ഒന്നുകൂടി കടന്നു പോകാൻ തനിക്ക് പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അട്ലിൻ റീഗന്റെ അടുത്ത് വന്ന് നിനക്ക് നിക്കയുള്ള ഫീലിങ്സ് അവളോട് പറയണം.
രാത്രി സമയത്ത് അവളെ റൂമിൽ കെട്ടിയിട്ടപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് ഞാനല്ലെന്നും നീയാണെന്ന സത്യം നീ പറയണമെന്ന് അഡ്ലിൻ പറയുന്നു. പക്ഷെ റീഗൻ അപ്പോഴും തയ്യാറല്ലായിരുന്നു. നിക്കിയുടെ സ്നേഹം താൻ ഡിസേർവ് ചെയ്യുന്നതിലാണ് അവൻ വിശ്വസിക്കുന്നത്. രാത്രിയിൽ റീഗൻ പിയാനോ പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ നിക്ക് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്ത് വേണമെങ്കിലും നിനക്ക് എന്നോട് ആവശ്യപ്പെടാമെന്ന് അവൾ പറയുമ്പോൾ നീ ഇതുപോലെ എൻ്റെ അടുത്ത് ഇരിക്കാൻ അവൻ പറയുന്നു. എന്നിട്ട് അവളെ ടച്ച് ചെയ്ത് അവളുടെ ലിപ്സിൽ പറ്റിയിരുന്ന് അവൻ്റെ ബർത്ത്ഡേ കേക്ക് അവൻ കിസ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. റീഗനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിക്ക് വന്ന് ഡോർ തുറക്കുന്നുണ്ട്. അത് ലിയോണലായിരുന്നു. തൻ്റെ കൂടെ റിലേഷൻഷിപ്പിൽ വരാൻ പറഞ്ഞ് ലിയോണൽ അവളെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. നീ ഏത് റീഗനു വേണ്ടിയാണോ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്, ഉടനെ തന്നെ അവൻ എൻ്റെ ഒഫീഷ്യൽ ബ്രദറാകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ലിയോണൽ ചോദിക്കുന്നു. ഇതിന് മറുപടി പറയാൻ നിക്കയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ അവനോട് അവിടുന്ന് പോകാൻ പറയുന്നു. റീഗൻ അടുത്തേക്ക് നിക്ക് വരുമ്പോൾ നിന്റെ പെർഫെക്റ്റ് ഫെയറി ടെയിലിലെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നീ ലിയോണെ ചൂസിനെ ബെറ്റർന്ന് അവൻ പറയുന്നു. പക്ഷെ നിക്കായി സമ്മതിക്കുന്നില്ല. റീഗനെ വിട്ടുപോകാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് റീഗൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അവളോട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ വീണ്ടും കേൾക്കുന്നില്ല. ആ ഹെല്ലിലുള്ള ജീവിതം കാരണം നമുക്കിടയിൽ ഒരുപാട് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് റീഗൻ പറയുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബ്രോക്കൺ പീസ് എല്ലാം നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റുമെന്ന് നിക്ക പറയുന്നു. അവൾക്കിപ്പോൾ ഒരു പെർഫെക്റ്റ് ലൈഫിൻ്റെ ആവശ്യമില്ല. പകരം ഏത് ലൈഫാണെങ്കിലും അതിൽ റീഗന്റെ കൂട്ട് മാത്രം മതി. എൻ്റെ കൂടെയുള്ള ലൈഫിൽ നിനക്ക് പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് റീഗൻ പറയുന്നുണ്ടെങ്കിലും ഏത് ലൈഫാണെങ്കിലും നിന്റെ കൂടെ മാത്രം മതിയെന്ന് അവൾ പറയുന്നു. കാരണം അവർ രണ്ടുപേരും അവരുടെ വേദനകളായ കുട്ടിക്കാലം ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്ത്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിക്കിക്ക് ഉറപ്പായിരുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കിയും ബില്ലി മിക്കിയുടെ വീട്ടിലേക്ക് വരുന്നു. സ്കൂളിൽ ഒരു പാർട്ടിയാണ്. അതിന് റെഡിയാകാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെ റീഗൻ അന്യമായി സംസാരിക്കുന്നു. പക്ഷെ അവരുടെ കോൺവെർസേഷൻ എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. മിക്കി തന്റെ ഫീലിങ്സ് ബില്ലിയോട് പറയുന്നു. പക്ഷെ അവളെ മനസ്സിലാക്കുന്നതിന് പകരം ബില്ലി ആകട്ടെ ദേഷ്യപ്പെട്ട് അവിടെ പോകുന്നുണ്ട്. പാർട്ടിയിൽ വെച്ച് ലിയോണൽ നിക്കെടുത്ത് വരുന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്ന് നല്ല ഫ്രണ്ട്സായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവൾ അവൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത്രയും സൗണ്ട് കാരണം നിക്കയുടെ ഹെൽത്ത് മോശമാകുന്നു. ലിയോണൽ അവളെയും കൂട്ടി ഒരു ക്ലാസ് റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ തടയുമ്പോൾ അവൻ അവളുമായി ഫോഴ്സ് ചെയ്ത് ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്നു. അതേസമയം റീഗൻ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അന്നയുടെ വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങായിരുന്നു. പക്ഷെ എന്തോ ആലോചിച്ച് അവൻ തിരിച്ച് സ്കൂളിലേക്ക് വരുന്നു. നിക്കി അവിടെ കാണാതെയാകുമ്പോൾ അവിടെ ഫുൾ നോക്കുന്നുണ്ട്. ലിയോണിൽ നിക്കി ഫോഴ്സ് ചെയ്യുന്നത് റീഗൻ കാണുന്നു. അവൻ വന്ന് ലിയോണിനെ പഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകാൻ പറയുന്നു. ഫൈനലി നിക്കിയും റീഗനും അവരുടെ ഫീലിങ്സ് കൺഫസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആകുന്നു. അതിനുശേഷം റിക്കിയും നീഗനും കൈ പിടിച്ച് ഒരു ബ്രിഡ്ജിൽ കൂടി നടന്നു വരികയാണ്. ലിയോണിൽ അവിടേക്ക് വരുന്നു. നിങ്ങൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ ഒഫീഷ്യലി ബ്രദറും സിസ്റ്റർ ആകാൻ പോകുന്ന ആളുകളാണ്. ഈ സത്യം ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് അവൻ ആ വണ്ടിയുമായിട്ട് അവരെ ഇടിക്കാൻ വരുന്നു. അവർ രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നുണ്ട്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ രണ്ടുപേരും ആ ബ്രിഡ്ജിൽ നിന്ന് എടുത്തു ചാടുന്നുണ്ട്. അപ്പോൾ നിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ആ ഇരുട്ട് റൂമിൽ തന്നെ കെട്ടിയിട്ടപ്പോൾ തൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്നത് റീഗൻ ആണെന്ന്. നിക്കയ്ക്ക് ബോധം വരുമ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അഡ്ലിൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അഡ്ലിൻ അവൾ പറയുന്നുണ്ട്. റീഗൻ എന്നും അവളെ സ്നേഹിച്ചിരുന്ന കാര്യവും മറ്റുമെല്ലാം. റീഗൻ ഇപ്പോൾ മാർഗരറ്റിന്റെ കസ്റ്റഡിയിലാണെന്നും കാരണം അഡോപ്ഷൻ പ്രോസസ്സിൽ തനിക്ക് താല്പര്യമില്ലെന്ന് അവൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ഗാർഡിയൻ ഇപ്പോൾ മാർഗരറ്റ് ആണ്. റീഗന്റെ ബ്രെയിനിൽ ന്യൂറോ സംബന്ധമായ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ എപ്പോഴും എക്സ്ട്രീമായിട്ട് തലവേദന വരാറുണ്ടായിരുന്നത്. ആ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഇപ്പോൾ കോമയിലാണ്. റീഗനെ കാണാനായി നിക്ക വരുന്നുണ്ടെങ്കിലും മാർഗരറ്റ് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് നിക്കയ്ക്ക് മനസ്സിലാകുന്നു. പീറ്റർ എന്ന് പറഞ്ഞ് ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന പയ്യൻ കൊടുത്തിരുന്ന കേസിൽ സപ്പോർട്ട് ചെയ്യാൻ നിക്ക തീരുമാനിക്കുന്നു.
അവൾ കേസ് കൊടുക്കുന്നുണ്ട് മാർഗരറ്റിനെതിരെ. കോർട്ടിൽ ഹിയറിംഗ് നടക്കുകയാണ്. പക്ഷേ മാർഗരറ്റിനുള്ള പേടി കാരണം പീറ്റർ തന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നു. ഈ കാരണത്താൽ മാർഗരറ്റിന്റെ ലോയർ നിക്കയെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ധൈര്യം സംഭരിച്ച് താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ എല്ലാവരുടെയും മുന്നിൽ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നു. അവർ മുന്നോട്ട് വന്ന് മാർഗരറ്റിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ ഓർഫനേജിലെ മേറ്റനായി തുടരാൻ മാർഗരറ്റിന് ഒരു റൈറ്റും ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. നെക്സ്റ്റ് സീനിൽ റീഗനെ കാണാൻ നിക്ക വരുന്നുണ്ട്. അവൻ അപ്പോൾ ബോധം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരുടെ ലവ് ഇവളിനെതിരെ ജയിക്കുന്നുണ്ട്. ലാസ്റ്റ് സീനുകളിൽ കാണിക്കുന്നത് നിക്കയും റീഗനും ഒരു ഗേളിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ആ കുട്ടിയുടെ കൂടെ നിക്കയും റീഗനും അവരുടെ ഹാപ്പി ലൈഫ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാപ്പി എൻഡിങ്ങോടെ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം. താങ്ക്